ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് ഡിമാർട്ട് വ്ലോഗാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം വീഡിയോസ് ഉള്ളിൽ അലൗഡ് അല്ല എന്ന് അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തൊക്കെ ഷോപ്പ് ചെയ്തതെന്നുള്ള ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഇത് വന്നിട്ട് ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിലുള്ള ഡിമാർട്ടാണ്. അകത്ത് കയറുമ്പോൾ തന്നെ അവർ നമ്മുടെ ബാഗൊക്കെ ഒരു ഡിമാർട്ട് എന്ന് എഴുതിയ ഒരു ബാഗിൻ്റെ ഉള്ളിൽ സീൽ ചെയ്തിട്ടാട്ടോ തരാം. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല പോയത്, വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ അകത്ത് കയറി ഉടനെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് നമ്മുടെ ഗ്രോസറി ഐറ്റംസ്, പിന്നെ സ്റ്റേഷനറി ഐറ്റംസ്, പിന്നെ കുറച്ച് ഇങ്ങനത്തെ ഫാൻസി ടൈപ്പ് ക്ലിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ സെക്കൻഡ് ഫ്ലോറിലാണ് ഞാൻ മെയിനായിട്ട് പോയത്, ഇങ്ങനത്തെ കിച്ചൺ ഐറ്റംസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ ആട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഷോപ്പ് ചെയ്തത്. മെയിനായിട്ട് ഞാൻ ഈ സ്റ്റോറേജ് ബോക്സ് വാങ്ങാനായിട്ടാണ് പോയത്. പക്ഷേ നോക്കി വരുമ്പോൾ കുറേ സാധനങ്ങൾ നല്ല അഫോർഡബിളായിട്ടും പിന്നെ കാണുമ്പോൾ എടുക്കാൻ തോന്നി. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഇത് വന്നിട്ടൊരു ടർക്കി ബാത്ത് ടവൽ പോലത്തെ സാധനം 249. പിന്നെ ഇത് വന്നിട്ട് 2 സ്നാക്ക് ബൗൾ പോലത്തെ സാധനം 169 ഈച്ച്. ഇതാകെ 2-3 പീസേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളിൽ 2 നല്ലത് നോക്കി എടുത്തു ഞാൻ. ഇത് വെയ്റ്റ്ലെസ് ആണ്, കണ്ടപ്പോൾ ഇഷ്ടമായി അപ്പോൾ എടുത്തു. പിന്നെ 2 കോഫി മഗ്ഗാണ് എടുത്തത്. മഗ്ഗിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ലിഡൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് മഗ്ഗുകളുണ്ട്, അല്ലാതെ ഇങ്ങനെയുള്ള ടൈപ്പ് കുറേ വേർഡിങ്സ് ഒക്കെ എഴുതിയിട്ട്. ഇതിന് വന്നിട്ട് ഒന്നിന് 169, ഒന്നിന് വന്നിട്ട് 189. ബ്രൗൺ മഗ്ഗിന് 189, മറ്റേതിന് 169. അപ്പോൾ കാണുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു കോഫി കുടിക്കാൻ തോന്നി അത് കാണുമ്പോൾ. അപ്പോൾ അതങ്ങനെ വാങ്ങി. അടുത്ത് വന്നിട്ടൊരു കിച്ചൺ ടവലാണ്, നമുക്ക് കൈയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ വന്നിട്ട് 49 റുപ്പീസിന് ഹാങ് ചെയ്ത് വയ്ക്കാം, അങ്ങനത്തെ ഒരു ഹുക്കുള്ള ടൈപ്പ് ഓഫ്. ഇതും കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ കൈയൊക്കെ തുടയ്ക്കുമ്പോൾ ഒന്ന് ഡാർക്ക് കളേഴ്സ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് റെഡ് എടുത്തത്. അടുത്തത് വന്നിട്ട് കമ്പോസബിൾ ബാഗാണ്. നമ്മുടെ ഈ വേസ്റ്റ് കവർ അങ്ങനെയൊക്കെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രീൻ കളറിലുള്ള കമ്പോസ്റ്റബിൾ ബാഗ്. അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ കടുകൊക്കെ വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ജസ്റ്റ് ഒരു 149 റേഞ്ച് വരുന്നൊരു സാധനം. പിന്നെ ഒരു ചായയുടെ അരിപ്പയും വാങ്ങിയിട്ടുണ്ട്. അതിന് വന്നിട്ട് 50 സംതിങ് ആയിരുന്നു കേട്ടോ, എനിക്ക് റേറ്റ് ഓർമ്മയില്ല. പിന്നെ വന്നിട്ട് സിംഗിൾ ബെഡ്ഷീറ്റിൻ്റെ അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഏത് കണ്ടാലും നമുക്കൊന്ന് എടുത്ത് നോക്കാൻ തോന്നും. കുറേ ലൈറ്റ് ഷെയ്ഡ് ഉണ്ടായിരുന്നു, ഡാർക്ക് ഷെയ്ഡ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കണ്ടതിൽ എനിക്ക് പ്രിൻ്റ് ഇഷ്ടമായത് ഞാൻ സിംഗിൾ ബെഡ്ഷീറ്റ് എടുത്തു. എല്ലാം ഈ ഒരു റേഞ്ചിൽ വരുന്നത് 249 ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. പിന്നെ റാൻഡമായിട്ടൊരു പില്ലോ കവേഴ്സ് അവിടെ ഇങ്ങനെ കുറേ കളക്ഷൻസ് കണ്ടു. നമുക്കിപ്പോൾ എക്സ്ട്രാ പില്ലോസിനൊക്കെ വേണമെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് അത് ഞാനൊരു 3 പീസ് എടുത്തു കേട്ടോ. അത് വന്നിട്ട് 45 അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ റേഞ്ച് ഒന്നിന് വന്നിട്ട്. പിന്നെയാണ് നമ്മുടെ ഈ സ്റ്റോറേജ് ബോക്സ്. ഇത് വന്നിട്ട് 299 ആണ് റേറ്റ്. ഇതിൻ്റെ വലിയ സൈസൊക്കെ ഉണ്ട് എനിക്ക്, പക്ഷേ ഇത് മതിയായിരുന്നു. വീലൊക്കെ ഉണ്ട് ഇതിൻ്റെ താഴെ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഈ എന്തെങ്കിലും തുറക്കാത്ത പാക്കറ്റുകൾ അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ 299 വേർത്തായി തോന്നി, അപ്പോൾ ഇത് വാങ്ങി. അടുത്ത് വന്നിട്ടൊരു ടീ അല്ലെങ്കിൽ പാലൊക്കെ തിളപ്പിക്കാനുള്ള ഒരു നല്ലൊരു പാന് എനിക്കിഷ്ടമായി. അപ്പോൾ നല്ല അഫോർഡബിൾ റേറ്റും ആയിരുന്നു. അപ്പോൾ ഇതും ഞാൻ അതുപോലെ വാങ്ങി. 499 ആണ്. പിന്നെ ഉള്ളത് വെജിറ്റബിൾസൊക്കെ നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാം. അങ്ങനത്തെ ഒരു നല്ലൊരു ബാസ്ക്കറ്റായിട്ട് തോന്നി. അടുത്തത് വന്നിട്ട് ചെറിയ നമുക്ക് ഈ കപ്പൊക്കെ അടച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിനി പ്ലേറ്റുകൾ 45 റുപ്പീസിന്. അത് വന്നിട്ട് 2 വാങ്ങി. ഇത് വന്നിട്ട് വാൾ ഹുക്കാണ്. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ലൈക്ക് ഒരു 3 kgs വരെ അത് വന്നിട്ട് വെയിറ്റ് താങ്ങുന്നു. അപ്പോൾ അതൊന്ന് വാങ്ങി. പിന്നെ ഇത് വേറൊരു സിംഗിൾ ബെഡ്ഷീറ്റാണ് 249 റുപ്പീസിന്. ഇതിൻ്റെ പ്രിൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ ഞാൻ ബെഡിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇടാം, എങ്ങനെയാണ് കാണാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഫ്ലോർ മാറ്റുകളാണ്. ഞാൻ ആക്ച്വലി കുറച്ച് ലെങ്ത്തുള്ള മാറ്റുകളാണ് നോക്കിയത്. അപ്പോൾ അതിൽ ഇങ്ങനെയൊരു കളക്ഷൻ കണ്ടു, നല്ല സോഫ്റ്റ് ടൈപ്പ്. ഇത് വന്നിട്ട് കിച്ചണിലിടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് റുപ്പീസ് ഒരു 199. അപ്പോൾ ഞാൻ ഓക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, കാരണം ലെങ്ത്തുള്ള മാറ്റ് അധികം ഞാൻ കാണാറില്ല, അപ്പോൾ അതെടുത്തു.
പിന്നെ ഇത് ബാത്റൂമിൻ്റെയൊക്കെ മുമ്പിലിടാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ് മാറ്റ് ഇതുപോലത്തെ. അപ്പോൾ ഇതൊന്ന് കളർ ഇഷ്ടമായി. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ചവിട്ടുന്നതുകൊണ്ട് കുറച്ച് ഡാർക്ക് കളേഴ്സ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു റെഡ് കളർ വാങ്ങി. ഇതിന് വന്നിട്ട് 279 ആയിരുന്നു. പിന്നെ ഇത് നല്ല ലെങ്ത് ഉള്ളൊരു മാറ്റാണ്. ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കാരണം സ്ലിപ്പ് ചെയ്യില്ല. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഗ്രിപ്പുള്ളൊരു ടൈപ്പ്. അതിൻ്റെ താഴെ നല്ല ഗ്രിപ്പുള്ളൊരു ടൈപ്പ് ഓഫ് മാറ്റായിരുന്നു. അപ്പം നമുക്ക് ഈ ലിവിങ് ഏരിയയിലൊക്കെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ എൻട്രൻസിലോ അങ്ങനെ കുറച്ച് ലെങ്ത്തുള്ള മാറ്റാണ്. പിന്നെ നല്ലോണം ചവിട്ടുമ്പോഴും നമുക്ക് നല്ല ഗ്രിപ്പുള്ളൊരു പെട്ടെന്ന് സ്ലിപ്പ് ആവാത്തൊരു ടൈപ്പ് ഓഫ് മാറ്റാണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും ഇടാം നമുക്കിത്. അപ്പോൾ അത് ഇഷ്ടമായി. ഇതിൻ്റെ നല്ല വെറൈറ്റി പ്രിൻ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളതിൽ ഇത് ഇഷ്ടമായപ്പോൾ 399 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ അതെടുത്തു. അടുത്തത് വീണ്ടും ബെഡ്ഷീറ്റിൻ്റെ കളക്ഷനാണ്. ഇത് പക്ഷേ ഡബിൾ ബെഡിൻ്റെ ആണ്. നല്ല പ്രിൻ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബെഡിൽ വിരിച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് 499 റേറ്റിലാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു ബെഡ്ഷീറ്റും കൂടെ വാങ്ങിയിട്ടുണ്ട് ഡബിൾ ബെഡിൻ്റെ. അപ്പോൾ ഇതൊരു എല്ലാം ഒരു ഫ്ലവർ തീം പോലെയുള്ളത്, ഒന്ന് കുറച്ച് ലൈറ്റും ഒന്ന് ഡാർക്ക് ഷെയ്ഡിലും എടുത്തു. വേറെയും കുറേ കളക്ഷൻസ് ഉണ്ട്. ഇതിൽ ഇഷ്ടപ്പെട്ടത് ഇത് 2 അപ്പോൾ അതെടുത്തു. അപ്പോൾ ഇതിനും 499 റേറ്റാണ്. ഇത് വന്നിട്ടൊരു ഫ്ലോർ ക്ലോത്താണ്. എനിക്ക് തോന്നുന്നു ഫ്ലോറൊക്കെ തുടയ്ക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇതുകൊണ്ട് ഒരു മൈക്രോ ഫൈബർ പോലെയുള്ള ടൈപ്പാണ്. 49 റുപ്പീസിന് മൈക്രോ ഫൈബർ തന്നെയാണ് 49 റുപ്പീസിന്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഫ്ലോറിൽ കുറച്ച് വെള്ളമാവുക അങ്ങനെയൊക്കെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ ജസ്റ്റ് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊരു യൂസിന് വേണ്ടിയിട്ട് ഞാൻ ആ ക്ലോത്ത് വാങ്ങി. ഇത് വന്നിട്ട് വേറൊരു പില്ലോ കവറാണ്. അപ്പോൾ പില്ലോ കവേഴ്സ് 3 49 ഈച്ച് ആയിരുന്നു കേട്ടോ. 49 റുപ്പീസ് ആയിരുന്നു. ഇങ്ങനെ കുറേ പ്രിൻ്റുള്ള കളർഫുള്ളായിട്ടുള്ള കുറേ പില്ലോ കവേഴ്സ് അവിടെ കണ്ടു. അപ്പം അതിൽ നമുക്ക് വേണ്ടത് മാച്ച് ചെയ്തെടുത്തു. ഇത് വന്നിട്ട് ഞാൻ വീഡിയോൻ്റെ ബിഗിനിങ്ങിൽ കാണിച്ച് ക്ലിപ്പിൻ്റെ കളക്ഷൻ കണ്ടപ്പോൾ അതിൽ കുറേ നല്ല പ്രിൻറ്റഡ് ക്ലിപ്സ് കണ്ടു. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട ഈ ഒരു സെറ്റ് ഞാൻ എടുത്തു 49 റുപ്പീസിന്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ഡിമാർട്ടിൽ പോയിട്ട്. പിന്നെ ഒരു ക്ലീനിങ് ലിക്വിഡ്, നമ്മുടെ ഗ്ലാസ് ക്ലീനർ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിക്വിഡ് കണ്ടപ്പം ഇതും എടുത്തു. ഇതിന് വന്നിട്ട് 115 റുപ്പീസാണ് 500 ml. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തമായിട്ട് ഞാൻ വാങ്ങിയ സാധനങ്ങൾ. അപ്പോൾ ആ ഒരു അരിപ്പയ്ക്ക് 59 റുപ്പീസായിരുന്നു അപ്പോൾ ഞാൻ ഇതിൽ നോക്കുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട്. ആ സ്റ്റോറേജ് ബോക്സ് നോക്കാൻ പോയതാണ്, പക്ഷേ നോക്കിയപ്പോൾ കുറേ സാധനങ്ങൾ നമുക്ക് കാണുമ്പോൾ എടുക്കാൻ തോന്നുന്ന സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ നോക്കിയെടുത്തു. ബെഡ്ഷീറ്റ് നല്ലൊരു ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നി. കുറേ വെറൈറ്റി ബെഡ്ഷീറ്റ് ഉണ്ട്. പിന്നെ കിച്ചൺ യൂട്ടിലിറ്റീസും കുറേ സാധനങ്ങളുണ്ട്. പാന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അതിൽ അധികം ഞാൻ എന്താ പറയുക നല്ലോണം ഡീപ്പായി നോക്കാൻ പോയില്ല, സമയം കിട്ടിയില്ല. ഒന്നാമത് ഇതന്നെ ഷോപ്പ് ചെയ്ത് ഇറങ്ങുമ്പോൾ 2 hours ആയി. കാരണം നമ്മളിങ്ങനെ ഒന്ന് നോക്കി പിന്നെ അടുത്ത് നോക്കുമ്പോൾ പിന്നെ ഇത് കൊള്ളാമല്ലോ, അങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ കിടന്ന് കറങ്ങുമല്ലോ, അങ്ങനെ കുറേ കറങ്ങി സമയം പോയി. മാറ്റ് എന്തായാലും ഇഷ്ടമായി. മാറ്റ്, ആ ഗ്രിപ്പുള്ള മാറ്റ് നല്ല യൂസ്ഫുള്ളാണ്. മറ്റേത് കുറച്ച് എന്താ പറയുക, ഗ്രിപ്പില്ലെങ്കിലും സോഫ്റ്റായിട്ടുള്ള മാറ്റാണ്, ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാത്റൂം മാറ്റും നല്ല അടിപൊളി മാറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഷോപ്പ് ചെയ്തത്. എൻ്റെ ഫസ്റ്റ് ഡിമാർട്ട് ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡു കമൻറ്റ് ടു മൈ വീഡിയോസ്. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.